നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. +1 അഡ്മിഷനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ജൂൺ 5 വരെ നീട്ടാൻ ഹൈക്കോടതി ഉത്തരവ്. നേരത്തെ 25 വരെയായിരുന്നു അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി. അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചാൽ ചില വിദ്യാർത്ഥികളുടെ ഹയർ സെക്കൻഡറി പ്രവേശന സ്വപ്നം അസാധ്യമാകും. ബന്ദിയോട് വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികളെ തിരിച്ചറിഞ്ഞു. കൊലപാതകങ്ങൾ പതിവായ കുമ്പളയിൽ ഒരു സംഘം അക്രമികൾ കറങ്ങുന്നതായും സൂചന. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാസർഗോഡ് നഗരത്തിൽ അടച്ചുപൂട്ടിയ വിദേശ മദ്യവിൽപ്പനശാല കൂളിക്കുന്നിലേക്ക് മാറ്റുന്ന നീക്കത്തിൽ പ്രതിഷേധിച്ച് വേറിട്ട സമരമുറയുമായി സമരസമിതി നേതാക്കൾ സംഘടിപ്പിച്ച നിൽപ്പ് സമരം കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണൽക്കടത്തിന് തടയിടാൻ SI അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം 110ഓളം മണൽ ലോറികളാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വേളാങ്കണ്ണിക്ക് സമീപം തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 2 ലക്ഷം രൂപ സഹായം അനുവദിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കും. ഉച്ചവേലിൽ ഹരിതവർണം പകർന്ന് കൗതുക കാഴ്ചയൊരുക്കി ദേശാടകരായ ചിത്രശലഭങ്ങൾ. തകരമുത്തി എന്ന ചിത്രശലഭങ്ങളാണ് കടലോരത്ത് സഞ്ചാരം തുടരുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ +1 പ്രവേശന സീറ്റിൽ ആശങ്ക. അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചാൽ ചില കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി പ്രവേശനം അസാധ്യമാകാൻ സാധ്യത. എന്നാൽ +1 അഡ്മിഷനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ജൂൺ 5 വരെ നീട്ടാൻ ഹൈക്കോടതി ഉത്തരവായി. 16,912 സീറ്റാണ് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ളത്. +1 പ്രവേശനത്തിന് ഇതുവരെ 16,658 കുട്ടികൾ ഓൺലൈൻ അപേക്ഷ നൽകി. ഓൺലൈൻ പ്രവേശനം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞെങ്കിലും 254 സീറ്റ് ബാക്കിയാണ്. അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചാൽ ചില കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി പ്രവേശനം വെറുമൊരു സ്വപ്നമായി തീരും. നിലവിൽ സീറ്റ് കിട്ടാത്തവർക്ക് പോളിടെക്നിക്കുകളിൽ ചേർന്ന് സാങ്കേതിക വിദ്യാഭ്യാസമോ മറ്റിതര മേഖലകളിലോ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കും. 106 സ്കൂളുകളിലായി സർക്കാർ തലത്തിൽ 10,260, എയ്ഡഡ് തലത്തിൽ 4,380, അൺഎയ്ഡഡ് തലത്തിൽ 2,272 എന്നിങ്ങനെയാണ് സീറ്റുള്ളത്. +1 അഡ്മിഷനായി ഈ മാസം 30 വരെ അപേക്ഷിക്കാമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ അപേക്ഷ ജൂൺ 5 വരെ നീട്ടാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവായിരിക്കുന്നത്. ബന്ദിയോട് വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികളെ തിരിച്ചറിഞ്ഞു. പ്രതികളെ കാസർഗോഡ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. 2 കൊലപാതകങ്ങൾ നടന്ന കുമ്പള ടൗണിൽ ആയുധവുമായി ഒരു സംഘം കറങ്ങുന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബന്ദിയോട് മണ്ടേക്കാപ്പിൽ വ്യാപാരിയെ കടയിൽ കയറി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ഒരാഴ്ചത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. BM ഉമ്മർ ഫാറൂഖ്, നൌഷാദ് ഷേഖ്, അബ്ദുൽ ഹാരിഫ്, അഷ്റഫ് എന്നിവരെയാണ് കാസർഗോഡ് 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തേക്ക് കുമ്പള CI VV മനോജിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഈ മാസം 4-നാണ് രാമകൃഷ്ണ മല്ലിയെ ഒരു സംഘം ആൾക്കാർ മണ്ടേക്കാപ്പിലെ കടയിൽ കയറി കൊലപ്പെടുത്തിയത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതികളെ ചെർക്കളയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താനുള്ള തിരച്ചിലും പ്രതികളുടെ സഹായത്തോടെ നടത്തും. 5 ദിവസത്തിനുള്ളിൽ പട്ടാപ്പകൽ 2 കൊലപാതകങ്ങൾ നടന്ന കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തോക്കും കടാരകളുമായി ഒരു സംഘം കറങ്ങുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കുമ്പള അഡീഷണൽ SI ശിവദാസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് നഗരത്തിൽ അടച്ചുപൂട്ടിയ വിദേശ മദ്യ വിൽപ്പനശാല കൂളിക്കുന്നിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി നേതാക്കൾ. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച നിൽപ്പ് സമരം ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ 50% വിജയിച്ച ആ സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ വരാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനിവിടുത്തെ ജനങ്ങൾ തീർച്ചയായും എതിരുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പഞ്ചായത്തിനൊരു അപേക്ഷ തന്നു. ഇവിടെ ഈ ഷോപ്പ് തുടങ്ങുന്നതിന് വേണ്ടി ലൈസൻസിന് വേണ്ടി അപേക്ഷ തന്നപ്പോൾ നമ്മുടെ മെമ്പർമാർ ഒന്നടക്കം ഐക്യകണ്ഠേന അത് തള്ളുന്നതിന് വേണ്ടി അന്ന് തന്നെ തീരുമാനിക്കുകയുണ്ടായി. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ഇതിനു വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും ഞാൻ അടക്കമുള്ള എൻ്റെ സഹമർമ്മന്മാർ എല്ലാവരും അതിനുവേണ്ടി അനുകൂലമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ലെവലേശം പോലും നമുക്ക് സംശയമില്ല.
കാസർഗോഡ് നഗരത്തിൽ അടച്ചുപൂട്ടിയ വിദേശ മദ്യവിൽപ്പനശാല കോളിക്കുന്നിലേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മദ്യഷാപ്പ് വിരുദ്ധ സമരസമിതി അനിശ്ചിതകാല സമരം നടത്തുന്നതിന്റെ ഭാഗമായി നിൽപ്പ് സമരം നടത്തി. 75 ദിവസം പിന്നിടുന്ന രാപ്പകൽ സമരത്തിന് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പുതിയ സമരമുറയുമായി നേതാക്കൾ രംഗത്തെത്തിയത്. അധികൃതർ വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സമരസമിതിയുടെ തീരുമാനമെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങളുടെ ഈ ആവശ്യം അധികൃതർ മനസ്സിലാക്കുന്നിടത്തോളം എങ്ങനെ നമ്മൾ ഈ സമരം തുടരുമോ അതുവരെ നമ്മൾ തുടരാനാണ് ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സമരം ഒട്ടും പിറകോട്ടല്ല, പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് പോകും. അത് ഞങ്ങളുടെ വിജയം വരെ ആണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്ന് വിജയിക്കുന്നോ ഈ സമരം, എന്ന് ഇവിടെ മദ്യഷാപ്പ് തുറക്കുന്നില്ല നമ്മൾ അധികൃതരിൽ നിന്നും വാക്ക് ലഭിക്കുന്നുവോ അന്ന് വരെ നമ്മൾ ഈ സമരം തുടരും. ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി ഉദ്ഘാടനം ചെയ്ത സമരത്തിൽ വിവിധ കക്ഷിമത രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണൽക്കടത്തിന് തടയിടാൻ പോലീസുകാർ മുന്നിട്ടിറങ്ങുന്നു. SI അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് 110ഓളം മണൽ ലോറികൾ. കർണാടകയിൽ നിന്നും കാസർഗോഡേക്ക് മണൽക്കടത്ത് വ്യാപകമായതോടെ അന്വേഷണം ഊർജിതമാക്കി ഉദ്യോഗസ്ഥർ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് നടത്തിയ ശക്തമായ നടപടി മൂലം കഴിഞ്ഞ 2.5 മാസത്തിനുള്ളിൽ ഏകദേശം 110ഓളം വാഹനങ്ങളാണ് പിടികൂടിയത്. 2 മാസം മുമ്പ് മഞ്ചേശ്വരം SI ആയി ചുമതലയേറ്റ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് മണൽവേട്ട ശക്തമാക്കിയത്. കർണാടകയിൽ നിന്നും കാസർഗോട്ടേക്ക് മണൽക്കടത്ത് വ്യാപകമായതോടെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. വാഹനങ്ങൾ പിടികൂടിയതിൽ പിഴയിടാക്കിയ ഇനത്തിൽ മാത്രം സർക്കാരിലേക്ക് 1/2 കോടി രൂപയിലധികമാണ് എത്തിയത്. പിഴ ഇനത്തിൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണിത്. പിടികൂടിയ വാഹനം കേസെടുത്ത ശേഷം ജിയോളജി വകുപ്പിൽ 55,000 രൂപ പിഴ അടച്ചാണ് വിട്ടുകൊടുത്തത്. സ്റ്റേഷൻ പരിധിയിലെ അനധികൃത കടവുകൾ വഴിയും മണൽക്കടത്ത് രൂക്ഷമാവുകയാണ്. മഞ്ചേശ്വരം സ്റ്റേഷൻ പരിധിയിൽ അനധികൃതമായി മണൽ കടത്തുന്ന ഏക കടവ് ജോഡുകല്ലാണെന്നാണ് പോലീസ് പറയുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയും ഇന്നലെയുമായി ഉപ്പള ഗേറ്റ്, ഹൊസങ്കടി, ഉപ്പള ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നായി 4 ലോഡ് മണൽ പിടിച്ചെടുത്തതായും പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വേളാങ്കണ്ണിക്ക് സമീപം തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 2 ലക്ഷം രൂപ സഹായം അനുവദിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കും. മന്ത്രി E. ചന്ദ്രശേഖരന്റെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വേളാങ്കണ്ണിക്ക് സമീപം തീർത്ഥാടകർ സഞ്ചരിച്ച കാറിൽ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 2 ലക്ഷം രൂപ സഹായം അനുവദിച്ചു. ബന്ദിയോട് മണ്ടേക്കാപ്പിലെ ഹെറാൾഡും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കും. മന്ത്രി E. ചന്ദ്രശേഖരന്റെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടു. കയ്യാർ, കൂടാൽ, മേർക്കള, മണ്ടേക്കാപ്പ് വീട്ടിൽ ഹെറാൾഡ് മൊണ്ടേരോ, ഭാര്യ പ്രസീല, മകൻ രോഹിത്, സത്തേറിൻ മൊണ്ടേരോ, മകൾ ഷറോന, ആൽവിൻ മൊണ്ടേരോ, റീമ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ റോഷൻ, ജേഷ്മ, സൽവി, പ്രീമ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിൽ മെയ് 13 പുലർച്ചെയായിരുന്നു അപകടം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെർക്കള യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വ്യാപാര മഹോത്സവം മെയ് 20 മുതൽ സെപ്റ്റംബർ 20 വരെ നടക്കും. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തി ചെർക്കളയിൽ വ്യാപാരം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമെന്നും സമിതി നേതാക്കൾ അറിയിച്ചു. ചെർക്കള മർച്ചന്റ്സ് അസോസിയേഷൻ, ചെർക്കള ടൗണിലെയും ഇന്ദിരാനഗർ തുടങ്ങിയ പരിസര പ്രദേശങ്ങളിലെയും അസോസിയേഷൻ മെമ്പർമാരെ മാത്രം ഉൾപ്പെടുത്തി മെയ് 20 മുതൽ സെപ്റ്റംബർ 20 വരെ വ്യാപാര മഹോത്സവം സംഘടിപ്പിക്കും. ചെർക്കളയുടെ വികസനമാണ് ലക്ഷ്യമെന്നും നേതാക്കൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെർക്കള യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന മെയ് മാസം 20-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 20 വരെ 4 മാസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ വ്യാപാര മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. വ്യാപാര മേഖലയിലെ മാന്ദ്യവും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ബിസിനസ്സിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ വ്യാപാരികൾ ഇതൊരു വലിയൊരു മഹോത്സവമായി ഈ വരുന്ന 4 മാസക്കാലം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഉത്സവ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഉപഭോക്താക്കൾക്ക് ഫ്രീയായി കൂപ്പൺ നൽകുകയും ജൂൺ മാസം മുതൽ എല്ലാ ശനിയാഴ്ചകളിലും പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിൽ മുൻപിൽ വെച്ച് നറുക്കെടുത്തുകൊണ്ട് നിരവധി സമ്മാനങ്ങൾ നൽകുന്ന ഒരു പദ്ധതിക്കാണ് രൂപരേഖ ചെയ്തിട്ടുള്ളത്. വാർത്താസമ്മേളനത്തിൽ മുഹമ്മദ് ഷെരീഫ്, K. മുഹമ്മദ് കുഞ്ഞി, A. അശോകൻ നമ്പ്യാർ, മുഹമ്മദ് സത്താർ, സമീർ TM തുടങ്ങിയവർ സംബന്ധിച്ചു. ഇൻകാസ് ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി കോൺഗ്രസ് KSU ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ വിദ്യാഹസ്തം 2017 പരിപാടി സംഘടിപ്പിച്ചു. ജില്ലയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കായി മുനിസിപ്പൽ വനിതാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി KSU സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു.
കാസർഗോഡ് ജില്ലയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിദ്യാഹസ്തം പരിപാടി കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ KSU സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്ത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലഘട്ടം ഞാൻ ഇവിടെ ഇരിക്കുന്ന അനിയന്മാരോടും അനുജത്തിമാരോടും പറയുന്നു, നാളെ നിങ്ങൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളടുത്ത് പല ആളുകൾ വരും. അവർ നിങ്ങളുടെ മതം ചോദിക്കും, ജാതി ചോദിക്കും, വർണ്ണം ചോദിക്കും, വർഗം ചോദിക്കും. ഞാൻ മുസ്ലിമാണെന്ന് പലരും പറയും, ഞാൻ ഹിന്ദു ആണെന്ന് പലരും പറയും, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയും. കൃത്യമായി നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, എൻ്റെ ഉള്ളിൽ ഇസ്ലാമിന്റെ രക്തമല്ല, എൻ്റെ ഉള്ളിൽ ഹിന്ദുവിന്റെ രക്തമല്ല, എൻ്റെ ഉള്ളിൽ ക്രൈസ്തവന്റെ രക്തമല്ല, എൻ്റെ ഉള്ളിൽ മാനവ രക്തമാണ്, എൻ്റെ ഉള്ളിൽ മതേതര രക്തമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇൻകാസ് ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ മുഖ്യാതിഥിയായി. ഇൻകാസ് UAE ജനറൽ സെക്രട്ടറി പുന്നക്കൻ മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. ഉച്ചവെയിലിൽ ഹരിതവർണം പകർന്ന് ദേശാടകരായ ചിത്രശലഭങ്ങൾ. കാഴ്ചക്കാരിൽ കൗതുകം പകർന്ന് തകരമുത്തി എന്ന ചിത്രശലഭങ്ങളാണ് കടലോരത്തിനോട് ചേർന്ന് സഞ്ചാരം തുടരുന്നത്. പ്രപഞ്ചത്തിലെ ചില കാര്യങ്ങൾ എന്നും ആശ്ചര്യവും അനുഭൂതിയും പകർന്നു തരുന്നവയാണ്. അത്തരത്തിലൊന്നു തന്നെയാണ് ഈ കാഴ്ചകൾ. വിശ്രമമില്ലാതെ ദേശാടനം നടത്തുന്ന ചിത്രശലഭങ്ങളുടെ കാഴ്ച. ഓരോ വർഷവും ഒരേ കാലയളവിൽ ഒരേ ദിശയിൽ പുതിയ തലമുറകളുടെ സഞ്ചാരം. ഇടയ്ക്ക് വീണ് ചാകുന്നവർ, ജനിക്കുന്നവർ, ഇവയുടെ സഞ്ചാരത്തിലെ യഥാർത്ഥ പാത ഇന്നും മനുഷ്യർക്ക് അന്യമാണ്. നീലേശ്വരത്തിൻ്റെ കടലോരത്തുകൂടി ചേർന്നാണ് ഇവയുടെ ഇപ്പോഴത്തെ സഞ്ചാരം. വെയിലും കടൽക്കാറ്റും അതിജീവിച്ച് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ഇവ തുടരുകയാണ്. ഒരു മിനിറ്റിൽ 250-ലേറെ ശലഭങ്ങൾ പ്രദേശത്തുകൂടി കടന്നു പോകുന്നുണ്ട് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും മറ്റും കണ്ടെത്തിയിട്ടുള്ളത്. ഏപ്രിൽ 16-ന് ഊട്ടിയിൽ ഇവയുടെ ദേശാടനം കണ്ടതിനു ശേഷം 30 മുതൽ ഇടുക്കി, ബൈസൺ വാലി, ചതുരംഗപ്പാറ എന്നിവിടങ്ങളിലും കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വടകരയും പിന്നീട് കണ്ണപുരത്തും ഇവയെ കണ്ടു. ഏറെ നേരം പറക്കുന്ന ഈ പൂമ്പാറ്റകൾ വളരെ ചെറിയ സമയമാണ് വിശ്രമിക്കുക. ബോട്ടിൽഡ് എമിഗ്രൻ്റ് എന്നും വിളിക്കുന്ന ഈ ശലഭങ്ങളുടെ യഥാർത്ഥ ദേശാടന പാത ഇന്നും അന്യമാണ്. ഈ മേഖലയിൽ കൂടുതൽ പഠനം ആവശ്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു. മഴയ്ക്ക് മുന്നോടിയായാണ് ഇവയുടെ ദേശാടനം കൂടുതലായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. തകരയും കണിക്കൊന്നയുമാണ് തകരമുത്തിയുടെ പ്രിയപ്പെട്ട ചെടികൾ. കൊന്ന ശലഭം എന്നും വിളിപ്പേരുണ്ട്. അവയിലാണ് മുട്ടയിടുന്നതും. ഒരേ സമയം നിരവധി മുട്ടകൾ വിരിഞ്ഞ് ശലഭപ്പുഴുക്കൾ പുറത്തേക്ക് വരും. തകരമുത്തിയുടെ ലാർവകൾക്ക് വീതി കൂടിയ വരകളുണ്ട്. പ്യൂപ്പകൾ മിക്കവാറും ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കും. തകരമുത്തിയുടെ നിറം വെള്ളയോ പച്ച കലർന്ന വെള്ളയോ ആണ്. ചിറകുകളിൽ അവിടെവിടെയായി തവിട്ട് പുള്ളികൾ ഉണ്ടാകും. ആൺശലഭത്തിന് ചിറകിൻ്റെ അരികെ കറുത്തതായിരിക്കും. ചിറകിൽ തിളങ്ങുന്ന വെള്ള നിറത്തിലുള്ള 2-3 പുള്ളികളും ഉണ്ടാകും. കറ്റോപ്സെരിയ പൈറാന്തേ എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് കരാറുകാർ നടത്തുന്ന നിയമസഭാ മാർച്ച് മെയ് 23-ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സ്വന്തം പണം മുടക്കി വികസന പ്രവർത്തനം നടത്തുന്ന കരാറുകാരെ പൊതുമരാമത്ത് മന്ത്രി മറന്നുപോവുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. കരാറുകാരുടെ കുടിശ്ശിക അടിയന്തരമായി അനുവദിക്കുക, PWD മാനുവൽ പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, പവർ ഓഫ് അറ്റോർണി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കരാറുകാർ മെയ് 23-ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഈ രജിസ്ട്രേഷൻ റിന്യൂവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് അതിങ്ങനെ കഴിഞ്ഞ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇവർ വരുമ്പോഴെങ്കിലും അത് നിർത്തുമെന്ന് വിചാരിച്ചു. അത് നിർത്തിയിട്ടില്ല. അത് കരാറുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ കൂടാതെ ഇപ്പോൾ പവർ ഓഫ് അറ്റോർണി സാധാരണ കരാറുകാരെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അതും നിർത്തലാക്കി. അതിപ്പോൾ പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും ഓർഡറായിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഈ പേയ്മെൻറ്റിൻ്റെ കുടിശ്ശിക ബില്ല് ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് പല പ്രാവശ്യം റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടും ഒന്നിനും അനുകൂലമായ ഒരു മറുപടിയും കിട്ടുന്നില്ല, ഒരു ഓർഡറും ഇറക്കുന്നുമില്ല.
അതുകൊണ്ട് ഞങ്ങൾ ഈ 23-ാം തീയതി നിയമസഭാ മാർച്ച് ചെയ്യാവുന്ന കേരള കോൺട്രാക്ടേഴ്സ് മുഴുവൻ ഏകദേശം 2000 ചില്ലറ ആൾക്കാർ അവിടെ തിരുവനന്തപുരം നിയമസഭയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചു. വർഷങ്ങളായി പണിയെടുത്ത കാശ് തരാത്ത സർക്കാരുകൾ സ്വന്തം പണം മുടക്കി വികസന പ്രവർത്തനം നടത്തുന്ന കരാറുകാരെയും പൊതുമരാമത്ത് മന്ത്രി മറന്നുപോവുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ കെ മൊയ്തീൻ കുഞ്ഞിഹാജി, എം ശ്രീകണ്ഠൻ നായർ, ബി അബ്ബാസ്, എം എ നാസർ, ടി കെ അബ്ദുൽ നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. അൻസാഫ് മൊഗ്രാൾ സംവിധാനം ചെയ്യുന്ന വിധിയുടെ വിളയാട്ടം എന്ന ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. ഏരിയാൽ പള്ളി ക്വാർട്ടേഴ്സിൽ നടക്കുന്ന ചടങ്ങിൽ നെല്ലിക്കുന്ന് MLA എ ജലീൽ, മുജീബ് കമ്പാർ തുടങ്ങിയവർ സംബന്ധിക്കും. മെയ് 21-ന് ഏരിയാൽ പള്ളി ക്വാർട്ടേഴ്സിൽ നടക്കുന്ന പരിപാടി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുക്കും. അൻസാഫ് മൊഗ്രാൾ സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിമിന് കഥ ഒരുക്കിയിരിക്കുന്നത് അജ്ന അംബരീഷും തിരക്കഥാ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ശിഖാമണിയുമാണ്. ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ മിനിസ്റ്ററാണ്. പിന്നെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ നെല്ലിക്കുന്ന്, നമ്മളെ കാസർഗോഡ് MLA. പിന്നെ ആശംസ പറയുന്നത് എ ജലീൽ, ബഹുമാനപ്പെട്ട മുഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്താസമ്മേളനത്തിൽ അജ്ന അംബരീഷ്, ശിഖാമണി, അൻസാഫ് മൊഗ്രാൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നീലേശ്വരം താലൂക്ക് ആശുപത്രി പരിധിയിലെ പാലിയേറ്റീവ് രോഗികളുടെ മക്കൾക്ക് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ. 25ഓളം കുട്ടികൾ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത പാലിയേറ്റീവ് രോഗികളുടെ മക്കൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ 25ഓളം കുട്ടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കോസ്മോസ് പള്ളിക്കര, തൈക്കടപ്പുറം പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് പഠനോപകരണങ്ങൾ സംഭാവന ചെയ്തത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് അധ്യക്ഷനായി. മനോഹരൻ, PV രാജേഷ് കുമാർ, പവിത്രൻ, ഡോക്ടർ സുരേഷൻ, DK ശംഭു എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് നഴ്സുമാരായ മിനി ജോസഫ്, പ്രിയ എന്നിവർ നേതൃത്വം നൽകി. കേരള സർക്കാർ സൈനിക ക്ഷേമ വകുപ്പിന്റെയും ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് കാസർഗോഡിന്റെയും ആഭിമുഖ്യത്തിൽ ഏകദിന പുനരധിവാസ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലയിലെ വിമുക്ത ഭടന്മാർക്കും വിമുക്ത ഭട വിധവകൾക്കും അവരുടെ ആശ്രിതർക്കുമായാണ് കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിച്ചത്. കേരള സർക്കാർ സൈനിക ക്ഷേമ വകുപ്പ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് കാസർഗോഡിന്റെയും ആഭിമുഖ്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ ജില്ലയിലെ വിമുക്ത ഭടന്മാർക്കും വിമുക്ത ഭടന്മാരുടെ വിധവകൾക്കും അവരുടെ ആശ്രിതർക്കുമായാണ് ഏകദിന പുനരധിവാസ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ബോധവൽക്കരണ സെമിനാർ നടന്നത്. കാസർഗോഡ് ADM K അംബുജാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നിപ്പോൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസം ലഭിച്ചതിന് ശേഷമാണ് ഈ സൈനിക ഇതിലേക്ക് നമ്മൾ ജോലിയായി പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നല്ലൊരു സെറ്റിൽമെൻറ്റിന് സ്വാഭാവികമായിട്ടും സ്കോപ്പ് ഉള്ളതാണ്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ജോലികൾ കുറഞ്ഞു വരിക. അപ്പോൾ അതിനോടനുസരിച്ചിട്ടാണ് ഇവിടെ ഒരു പുനരധിവാസ ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നത് എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഇത് വളരെ മുമ്പ് തന്നെ നടക്കേണ്ട കാര്യം. കാരണം മുമ്പ് ശരിക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ക്വാളിഫിക്കേഷനുള്ള ഒരു ക്ലറിക്കൽ പോസ്റ്റ് ലഭിക്കേണ്ട ആൾ തന്നെ വളരെ കുറവേ മാത്രമേ പിരിഞ്ഞു വരാറുള്ളായിരുന്നു. അവർക്ക് തിരിച്ചു വരുമ്പോഴേക്കും തന്നെ എവിടെയെങ്കിലും ബാങ്കിലോ എവിടെയെങ്കിലും ജോലി കിട്ടുന്നത് വളരെയധികം പേര് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നതല്ല, എല്ലാവരും ക്വാളിഫൈഡ് ആണ് തിരിച്ചു വരുന്നത്. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ രാമചന്ദ്രൻ ബാവിലേരി അധ്യക്ഷനായി. ചന്ദ്രൻ P, EV സുഗതൻ, K നാരായണൻ നായർ, P കൃഷ്ണൻ, PP സഹദേവൻ, VG ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുനരധിവാസ ബോധവൽക്കരണ സെമിനാറിൽ വിവിധ വകുപ്പുകളിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. സൗമ്യമായ പെരുമാറ്റം കൊണ്ടും കർമ്മകുശലത കൊണ്ടും ജനങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ട നേതാവായിരുന്നു പള്ളിപ്രം ബാലനെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം CN ചന്ദ്രൻ. കാഞ്ഞങ്ങാട് P സ്മാരക ഹാളിൽ നടന്ന പള്ളിപ്രം ബാലൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഷ നിശ്ചയമില്ല, ഇംഗ്ലീഷ് പ്രശ്നമില്ല, മറ്റൊരു വിദേശ രാജ്യത്താണ് പോകുന്നത്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പഠിക്കാൻ എന്ത് ചെയ്യും എന്ന ആശങ്കയോട് കൂടിയാണ് പോകുന്നത്. കാഞ്ഞങ്ങാട് P സ്മാരക ഹാളിലാണ് പള്ളിപ്രം ബാലൻ അനുസ്മരണ യോഗം നടന്നത്.
അനുസ്മരണ സമ്മേളനം CPI ദേശീയ കൗൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KV കൃഷ്ണൻ അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KP സതീഷ് ചന്ദ്രൻ, DV ബാലകൃഷ്ണൻ, A വേലായുധൻ, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, KM ബഷീർ, AV രാമകൃഷ്ണൻ, B മുഹമ്മദ് അസ്ലം, ബംഗളം കുഞ്ഞികൃഷ്ണൻ, KS കുര്യാക്കോസ്, M ഹസൈനാർ, PA നായർ, C ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അജാനൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. മാണിക്കോത്ത് MVS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി അജാനൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും മാണിക്കോത്ത് MVS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരാൾ ഒരു ദിവസം 1 രൂപ സർവീസ് ടാക്സ് കൊടുത്താൽ അനധികൃതപ്പെട്ടവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ വരുമാനത്തിന് ഒരു ദിവസം 130 കോടി രൂപയാണ്. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെല്ലാവരും ദിവസവും 10-100 രൂപയ്ക്ക് വിളിക്കുന്നവരാണ്. 100 രൂപയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ 15 രൂപ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ സർവീസ് ടാക്സ് കൊടുത്തു. അപ്പോൾ ആലോചിക്കുക, ഫോണിലത്തിൽ മാത്രം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ദിവസത്തെ വരുമാനത്തിന് ചിന്തിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരു ഇനമാണ് നിങ്ങൾ പറഞ്ഞത്. ഇതേപോലെ എല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും റെയിൽവേ ടിക്കറ്റ് എടുക്കുമ്പോഴും ബസ് ടിക്കറ്റ് എടുക്കുമ്പോഴും എല്ലാം ഒരു ചാർജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വ്യാപാരികൾ മനസ്സിലാക്കുക, GST എന്ന് പറയുന്നത് KSTP റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക, വ്യാപാരികൾക്കും വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള റോഡ് പണി മഴക്കാലത്തിനു മുമ്പ് പൂർത്തീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി C ഹംസയെ പ്രസിഡന്റായും, K രവീന്ദ്രനെ ജനറൽ സെക്രട്ടറിയായും, K ഹനീഫയെ ട്രഷററായും, EV അശോകൻ, കണ്ടത്തിൽ കണ്ണൻ, കൊവ്വൽ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവരെ വൈസ് പ്രസിഡന്റ്മാരായും തെരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. +1 അഡ്മിഷനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ജൂൺ 5 വരെ നീട്ടാൻ ഹൈക്കോടതി ഉത്തരവ്. നേരത്തെ 25 വരെയായിരുന്നു അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി. അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചാൽ ചില വിദ്യാർത്ഥികളുടെ ഹയർ സെക്കൻഡറി പ്രവേശന സ്വപ്നം അസാധ്യമാകും. ബന്ദിയോട് വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികളെ തിരിച്ചറിഞ്ഞു. കൊലപാതകങ്ങൾ പതിവായ കുമ്പളയിൽ ഒരു സംഘം അക്രമികൾ കറങ്ങുന്നതായും സൂചന. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാസർഗോഡ് നഗരത്തിൽ അടച്ചുപൂട്ടിയ വിദേശ മദ്യവിൽപ്പനശാല കൂളിക്കുന്നിലേക്ക് മാറ്റുന്ന നീക്കത്തിൽ പ്രതിഷേധിച്ച് വേറിട്ട സമരമുറയുമായി സമരസമിതി നേതാക്കൾ സംഘടിപ്പിച്ച നിൽപ്പ് സമരം കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണൽക്കടത്തിന് തടയിടാൻ SI അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം 110ഓളം മണൽ ലോറികളാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വേളാങ്കണ്ണിക്ക് സമീപം തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 2 ലക്ഷം രൂപ സഹായം അനുവദിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഉച്ചവേലിൽ ഹരിതവർണം പകർന്ന് കൗതുക കാഴ്ചയൊരുക്കി ദേശാടകരായ ചിത്രശലഭങ്ങൾ. തകരമുത്തി എന്ന ചിത്രശലഭങ്ങളാണ് കടലോരത്ത് സഞ്ചാരം തുടരുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.